നമുക്കൊക്കെ വേണ്ടത് എന്താണ്? സന്തോഷം, സമാധാനം, സുരക്ഷ, ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ടെൻഷൻ ഇല്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. ഈ സദസ്സിനോട് ഞാൻ ചോദിക്കാറ്, ടെൻഷൻ ഇല്ലാത്തവർ കൈപ്പൊക്കുക എന്ന് പറഞ്ഞാൽ 1-2 ആൾക്കാരൊക്കെ കൈപ്പൊക്കും. പലർക്കും പല വിധത്തിലുള്ള ടെൻഷൻ ഉണ്ടാകും. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമാണ്, മറ്റു ചിലർക്ക് വീട്ടിലെ കുടുംബപരമായ പ്രശ്നങ്ങളാണ്, വേറെ ചില ആളുകൾക്ക് രോഗങ്ങളാണ്. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ചോദിച്ചാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുടെ 100 കണക്കിന് വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ടാകും. ചിലർ മനസ്സിലാക്കി കുറെ സമ്പത്തുണ്ടായാൽ സമാധാനം ഉണ്ടാകും. ചിലരങ്ങനെ മനസ്സിലാക്കി കുറെ സമ്പത്തുണ്ടായാൽ സമാധാനം ഉണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ പലർ അങ്ങനെ കരുതിയത് പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എന്ത് ചെയ്യണം? കുറച്ച് പൈസ ഉണ്ടാകണം, കുറച്ച് ലക്ഷങ്ങൾ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, കോടികൾ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, എന്നാൽ സമാധാനം കിട്ടും എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മുത്തനബി ചോദിച്ചു, ഓ അബൂദർ, ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ടായാൽ അയാൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതെ ഉണ്ടാകുമല്ലോ. ഉടനെ നബി തങ്ങൾ ചോദിച്ചു, ഒരാൾക്ക് സാമ്പത്തികമായ ഒരുപാട് പരാധീനതകളാണ് ഉണ്ടായത്, സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, ദാരിദ്ര്യം പിടിപെട്ടാൽ, അതുകൊണ്ട് സാമ്പത്തികമായി ഒരാൾ പിന്നാക്കം പോയാൽ അയാൾ ദരിദ്രനാകുമെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഒരിക്കലും അത് ശരിയല്ല, ഒരിക്കലും അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കരുതിയത്, അബൂദർ റളിയല്ലാഹു അൻഹു കരുതിയത് പോലെയാണ് നമ്മളൊക്കെ കരുതിയിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഐശ്വര്യമാണ്. അത് ഹൃദയത്തിന്റെ ഐശ്വര്യമാണ്. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ്. ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ് വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബ് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ അനുഗ്രഹം, യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഐശ്വര്യമാണ്. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാം നിങ്ങൾക്ക്? ലക്ഷക്കണക്കിന് രൂപ മന്ത്ലി സാലറി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുകയാണ്. എന്തുകൊണ്ടാണ്? മന്ത്ലി ലക്ഷങ്ങൾ വരുമാനമുള്ള സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങുന്നു. ലക്ഷക്കണക്കിന് വരുമാന മാർഗങ്ങളുള്ള രാഷ്ട്രീയക്കാർ അഴിമതി നടത്തുന്നു. ലക്ഷങ്ങൾ വരുമാനമുള്ളവർ ഉള്ള സമ്പത്ത് വീണ്ടും വീണ്ടും സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പലിശക്ക് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന് ദാരിദ്ര്യം ബാധിച്ചതുകൊണ്ടാണ്. കിട്ടിയത് പോരാ, ഇനിയും വേണം, ഇതൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്ന ചിന്തയാണ് കോടികളും ലക്ഷങ്ങളും ആസ്തികൾ ഉണ്ടായിട്ടും വീണ്ടും 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 മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും ഉള്ള ബിസിനസ്സുകളെ ഉഷാറാക്കാനും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നത് ഖൽബിന് ദാരിദ്ര്യം ബാധിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന പ്രസക്തമായ ഹദീസ്, ലൈസൽ ഗിന അൻ കസറത്തിൽ അർൾ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ധാരാളം സമ്പത്ത് വർദ്ധിക്കലല്ല ഐശ്വര്യം, മറിച്ച് മനസ്സിന്റെ സമാധാനമാണ്, മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് മനസ്സിന് ഐശ്വര്യം ഉണ്ടാകുക? എങ്ങനെയാണ് മനസ്സിന് സമാധാനം ഉണ്ടാകുക? ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നു, മുത്തുനബി പഠിപ്പിക്കുന്നത് ഖനാഅത്ത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്. അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകിയ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ടും തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടോ, മനസ്സിന് സമാധാനം കിട്ടും.
ഇല്ലാത്തതിനെ കുറിച്ച് പരിഭവപ്പെടാൻ പാടില്ല, ഇല്ലാത്തതിനെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇതൊക്കെ നമുക്ക് തന്നല്ലോ. ഇതുപോലും ഇല്ലാത്ത എത്ര കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. നമുക്ക് അല്ലാഹു തആല തന്ന ആരോഗ്യം, അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത്, അല്ലാഹു നമുക്ക് നൽകിയ വീട്, അല്ലാഹു നമുക്ക് നൽകിയ വാഹനം, ഇതൊന്നുമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ നമ്മൾ ജീവിക്കുന്ന ഇതേ സമയത്ത് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, അല്ലാഹു തആല തന്ന സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലാഹു തആല തന്ന ആരോഗ്യം കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലാഹു തആല തന്ന വീട് കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലാഹു തആല തന്ന വാഹനം കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലാഹു തആല തന്ന സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇങ്ങനെ തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടോ, ഖനാഅത്തിന്റെ മനസ്സുണ്ടോ, അവൻ ലോകത്തെ കോടീശ്വരനാണ്. ലോക മുതലാളിയെ നിങ്ങൾക്കറിയോ? ലോക മുതലാളിയെ നിങ്ങൾക്കറിയോ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ലോക മുതലാളിമാരുണ്ട്. ലോക മുതലാളിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസ് ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു, റിയാദുസ് സ്വാലിഹീൻ നമ്മുടെ വിദ്യാർത്ഥികൾ ഓതിയ ഹദീസാണ്. മൻ അസ്ബഹ മിൻകും, ഹദീസ് ഓതിക്കാണ്, കാണാതെ പഠിക്കാൻ പറഞ്ഞ ഹദീസാണ്. മൻ അസ്ബഹ മിൻകും ആമിനും ഫീ സിർബിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും തന്റെ വീട്ടിൽ നിർഭയത്വത്തോടുകൂടെ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ, പിന്നെ മുആഫൻ ഫീ ജസദി, ആരോഗ്യമുള്ളവനായി, തന്റെ ശരീരത്തിന് കാര്യമായ രോഗങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ദിവസം നിർഭയത്വത്തോടുകൂടെ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ്. ഇസ്രായേലിന്റെ ബോംബ് തന്റെ വീടിന് മുകളിൽ വീഴുമെന്ന ഭീതിയില്ല, എന്നെ പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വരുമെന്ന ഭീതിയില്ല, കള്ളന്മാരുടെയോ കൊള്ളക്കാരുടെയോ ശല്യങ്ങളിൽ നിന്ന് ഭീതിയൊന്നുമില്ലാതെ നിർഭയത്വത്തോടുകൂടെ പൂർണ്ണ മനസ്സംതൃപ്തിയോടെ ഒരാള് തന്റെ പ്രഭാതത്തിൽ തന്റെ വീട്ടിൽ തന്റെ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരോഗ്യമുള്ളവനാണ്. മുആഫൻ ഫീ ജസദി, കാര്യമായ രോഗങ്ങളൊന്നുമില്ല, മുട്ടുവേദനയില്ല, ഊരവേദനയില്ല, കാര്യമായ രോഗങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം തന്റെ കൈവശമുണ്ട്, അന്ന് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം തന്റെ കയ്യിലുണ്ട്. ഈ വ്യക്തിയെ കുറിച്ച് മുത്തനബി പറയുന്നത് ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ഈ ഭൗതിക ലോകം മുഴുവനും സ്വയക്തമാക്കിയവനെ പോലെയാണ് അവൻ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നവനെ പോലെയാണ് അവൻ. കാരണം എന്താണ്? അവൻ നിർഭയത്വമുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്, അന്നു കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം അവന്റെ കയ്യിലുണ്ട്. ഇവനാണ് ലോകത്തെ മുതലാളി, ഇവനാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നാളുണ്ടാകുന്ന ഉറപ്പില്ലല്ലോ, നാളത്തെ ഭക്ഷണം എന്തിനാ? നാളെ ജീവിച്ചിരിക്കുന്ന ഉറപ്പല്ലേ? ഇന്നാണല്ലോ ജീവിതം, പ്രസന്റ് ആണല്ലോ ജീവിതം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നാളെ ഉണ്ടാകുന്ന യാതൊരു ഉറപ്പില്ല. ഇന്ന് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം തന്റെ കയ്യിലുണ്ടോ? അവൻ ലോകം മുഴുവനും സ്വയക്തമാക്കിയവനെ പോലെയാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കി, ഈ ഒരു മനസ്സോടുകൂടി ഇരിക്കുമ്പോ എന്തൊരു സമാധാനാണ്, എന്തൊരു ഹാപ്പിയാണ്. ഖനാഅത്തിന്റെ മനസ്സുണ്ടായാൽ നമ്മളെ ഹാപ്പിയാകും. അതാണ് ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു പാടുകയാണ്, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ, നീ ഖനാഅത്തുള്ള മനസ്സിന്റെ വാക്താവായാൽ, ഖനാഅത്തുള്ള ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സിന്റെ ഉടമയാണോ നീ, എന്നാൽ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ, നീയും ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാവും സമമാണ്, തുല്യമാണെന്ന് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇല്ലാത്തവരിലേക്കാണ് നോക്കേണ്ടത്.
നമ്മേക്കാൾ ഉള്ളവരിലേക്ക് നോക്കരുത്, നമ്മേക്കാൾ ഇല്ലാത്തവരിലേക്ക് നമ്മൾ നോക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്? ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാളും സാമ്പത്തികമായും മറ്റു അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളെക്കാളും കുറഞ്ഞവരിലേക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാളും ഉയർന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത് സാമ്പത്തികമായി, അതുപോലെ മറ്റു എല്ലാ നിലക്കും സൗകര്യപരമായി നിങ്ങളെക്കാളും ഉയർന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. അതാണ് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിസാരവൽക്കരിക്കാതിരിക്കാൻ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ചെറുതായി കാണാതിരിക്കാൻ അത് ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളെപ്പോൾ ഉള്ളവരിലേക്കാണ് നോക്കുക. കണ്ടോ ആ കൊട്ടാരം, കണ്ടോ അദ്ദേഹത്തിന്റെ വീട്, കണ്ടോ എന്തായാലും ആ വീടിന്റെ ഒക്കെ ലൈറ്റ്, അതിന്റെ പെയിന്റിങ്, അതിന്റെ ഡിസൈൻ വർക്കൊക്കെ എത്രമാത്രം മനോഹരമാണ്. ഉള്ളവരിലേക്കാണ് നോക്കുന്നത്. വലിയ വലിയ വാഹനങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ, വലിയ വലിയ ഐഫോണിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. അതേസമയം താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഒരു സൈക്കിളുള്ള ആള് ഇതൊരു ബൈക്കാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അതേസമയം ബൈക്കുള്ള ആളോ ഇതെങ്ങനെ കാറാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഹൈ ലെവൽ ലക്ഷറി കാറുള്ള ആളോ ഇതെങ്ങനെ ഒരു ഹെലികോപ്റ്റർ ആക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അതേസമയം സൈക്കിളുള്ള ആള് സൈക്കിൾ പോലും ഇല്ലാതെ കാൽനടയായി നടക്കുന്ന ആളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സൈക്കിളെങ്കിലും ഉണ്ടല്ലോ. ആ സുലൈമാൻ സേട്ടുന് അതുപോലും ഇല്ല, പാവം സാധു നടക്കുകയാണ്. സുലൈമാൻ സേട്ടു എന്താ ചിന്തിക്കേണ്ടത്? എനിക്ക് നടക്കാൻ കാലെങ്കിലും ഉണ്ടല്ലോ. കാലുപോലുമില്ലാതെ നിലത്തിൽ കടന്ന് ഉരുണ്ട് നരകിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഈ നിലക്ക് നമ്മെക്കാളും ഇല്ലാത്തവരിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന കാലിന്റെയും കയ്യിന്റെയും കണ്ണിന്റെയും കാതിന്റെയും ആരോഗ്യത്തിന്റെയും സാലറിയുടെയും സൗകര്യത്തിന്റെയും വീടിന്റെയും വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ഖനാഅത്തിന്റെ മനസ്സുണ്ടോ, നമ്മളും ലോക രാജാക്കന്മാരും തുല്യരാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം എപ്പോഴും ഹാപ്പിയാകാൻ നമുക്ക് കഴിയും, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഖനാഅത്തിന്റെ മനസ്സിൽ നിങ്ങൾ ടെൻഷൻ ഉണ്ടാവൂല. ഖനാഅത്തിന്റെ മനസ്സിൽ നിങ്ങൾ ടെൻഷൻ ഉണ്ടാകൂല. ഈ ഖനാഅത്തിന്റെ മനസ്സില്ലാതാകുമ്പോഴാണ് സൗകര്യങ്ങൾ പോരാ. വീടൊന്ന് അങ്ങോട്ടാക്കണം, അവിടെ അടുക്കള അങ്ങോട്ട് പൊളിച്ചിട്ട് അവിടെ അങ്ങോട്ട് സിറ്റൗട്ടാക്കണം, അതുപോലെ മറ്റേ വാഷിംഗ് മെഷീൻ ഇത് പോരാ, മറ്റേത് വേണം, ഇത് വേണം. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നൂറുകൂട്ടൻ ടെൻഷൻ എന്താ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഖനാഅത്തിന്റെ മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖനാഅത്തിന്റെ മനസ്സ് നൽകട്ടെ. ഹാപ്പിയായി ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേസമയം ടെൻഷന് വേണ്ട വിഷയമുണ്ട്. അതെന്താണ്? ആഖിറത്തിന്റെ വിഷയമാണ്, നമ്മുടെ ഈമാനിന്റെ വിഷയമാണ്. ഞാനിപ്പോ ഇന്ന് മരിച്ചതിന്റെ അവസ്ഥ എന്താ നമ്മൾ ആരും ചിന്തിക്കണില്ല. ആ വിഷയത്തിൽ നമുക്ക് ആർക്കും ടെൻഷൻ ഇല്ല. മരണസമയത്ത് ഈമാൻ ഉണ്ടാകില്ല, ആർക്കാ ടെൻഷൻ ഉള്ളത്? ഖബറിൽ പിന്നെ അവസ്ഥ എന്താ? ഒരു മനുഷ്യനും ടെൻഷൻ ഇല്ല, ഒരു പെണ്ണിനും ടെൻഷൻ ഇല്ല, ഒരു പുരുഷനും ടെൻഷൻ ഇല്ല. നരകത്തെ കുറിച്ച് ടെൻഷൻ ഇല്ല, ഖബറിനെ കുറിച്ച് ടെൻഷൻ ഇല്ല, പാരത്രിക ലോകത്തെ കുറിച്ച് ടെൻഷൻ ഇല്ല, സിറാത്തുൽ പാലത്തെ കുറിച്ച് ടെൻഷൻ ഇല്ല. അതേസമയം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വലിയമ്മമാരും വലിയപ്പമാരും പലരും ഖബർ ആലോചിച്ച് കരഞ്ഞവരുണ്ട്. ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ഞാൻ എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചു കഴിഞ്ഞ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നരകം ഓർത്ത് കരഞ്ഞവരില്ലേ, മഹ്ശർ ഓർത്ത് കരഞ്ഞവരില്ലേ? അത്തരം വിഷയങ്ങളിലാണ് ടെൻഷൻ വേണ്ടത്. മഹാന്മാർ അത്തരം വിഷയങ്ങളിലാണ് ടെൻഷൻ ഉള്ളവർ. ദുന്യവിയായ വിഷയങ്ങളെല്ലാം അവർക്ക് ടെൻഷൻ. അതുകൊണ്ട് നമ്മളും ആ നിലക്കാണ് ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു? അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി കിടക്കാറില്ല. ഇബാദത്തൊക്കെ ചെയ്ത് അറിയാതെ ഉറങ്ങിപ്പോകുന്നല്ലാതെ ഉറങ്ങാൻ വേണ്ടി കിടക്കാറില്ല. നമ്മളൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടക്കുമല്ലോ, ഒന്ന് ഉറങ്ങട്ടെ, പുതപ്പൊക്കെ ഇട്ട് അല്ലെ, കമ്പിളിക്ക് ഇട്ട് ഏസൊക്കെ ഇട്ട് ഉറങ്ങാനായിട്ട് കിടക്കും. എന്നാൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ വേണ്ടി കിടക്കാറില്ല. ചില മുത്താലിമികളൊക്കെ ഉണ്ടാവും, നല്ലോണം പഠിക്കും, പെണ്ണാ ദർസിൽ പഠിച്ച് കിതാബ് നോക്കി അറിയാതെ ഡെസ്ക് മേൽ തലച്ച് ഉറങ്ങിപ്പോകും.
അത് നല്ലൊരു ഉറക്ക. എന്നാ സുബൈക്ക് ഒന്നാം ടെൻഷൻ ഇല്ല. കാരണം എന്താ, ഞാൻ പഠിച്ചുകൊണ്ട് ഉറങ്ങിയത്, ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ല, പഠിച്ചറിയാതെ ഉറങ്ങിപ്പോ. അങ്ങനെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ കുറെ കുട്ടികളൊക്കെ ഡെസ്കുമലൊക്കെ തരച്ച് ഉറങ്ങിപ്പോ. സുബൈക്ക് വിളിക്കുമ്പോഴാ ഉറങ്ങിപ്പോയിട്ടുണ്ടല്ലേ. 11 മണിയും 12 മണിയും കഴിഞ്ഞ് കിതാബ് നോക്കി 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 ഉറങ്ങിപ്പോകും. അപ്പോ കിടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇരുന്നതല്ല, പഠിക്കാൻ വേണ്ടി ഇരുന്നിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോകും. എന്ന പോലെ ബഹുമാനപ്പെട്ട അബൂ സിനാൻ റളിയല്ലാഹു അൻഹു ഉറങ്ങാനായി കിടക്കാറില്ല. കൊഴുപ്പുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കാറില്ല. കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്ത മഹാന. നമുക്ക് പിന്നെ കൊഴുപ്പുള്ള ഭക്ഷണമേ ഉള്ളൂ, ഫുള്ള് ഫാസ്റ്റ് ഫുഡാണ്. തണുത്ത വെള്ളം കുടിക്കാറേ ഇല്ല. നമുക്ക് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞ തണുത്ത വെള്ളം നിർബന്ധ, അതില്ലെങ്കിൽ പിന്നെ അങ്ങനെ തണുത്ത വെള്ളം മസ്റ്റാണ് പലർക്കും. അത് വളരെ ഒരുപാട് കേടുകളുണ്ടാക്കും. പെട്ടെന്ന് ക്ഷീണം വരാനും ഉറക്ക് വരാനും ഒക്കെ ഈ തണുത്ത വെള്ളം കാരണമാണ്. ബഹുമാനപ്പെട്ട അബൂ സിനാൻ റളിയല്ലാഹു അൻഹു 60 കൊല്ലക്കാലം ജീവിച്ചിട്ട്, 60 വർഷക്കാലം ജീവിച്ചിട്ട് ഉറങ്ങാനായി കിടക്കാത്ത മഹാനാണ്. തണുത്ത വെള്ളം കുടിക്കാത്തവരാണ്. കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്തവരാണ്. ജീവിതം മുഴുവനും ഉടമയായ റബ്ബിന്റെ പ്രീതിയിൽ ചെലവഴിച്ച മഹാനാണ്. ആ മഹാൻ മരണപ്പെടുന്നു. മരണപ്പെട്ടതിനു ശേഷം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സമയത്ത് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് ഖബറിലെ അവസ്ഥ, എന്താണ് പാരത്രിക ലോകത്തുള്ള മരണാനന്തര ലോകത്തുള്ള അവസ്ഥ എന്താണെന്ന് ബഹുമാനപ്പെട്ട അബൂ സിനാൻ തങ്ങളോട് തന്റെ ബന്ധുക്കൾ സ്വപ്നത്തിൽ ചോദിക്കുമ്പോൾ മഹാന്റെ മറുപടി, ജീവിതകാലത്ത് ഒരു സൂചി ഞാൻ വായ്പക്ക് വാങ്ങുകയും അത് തിരിച്ചു കൊടുക്കാൻ മറക്കുകയും ചെയ്തതിന്റെ പേരിൽ ഇതുവരെ സ്വർഗപ്രവേശനം സാധ്യമായിട്ടില്ല എന്നായിരുന്നു. ഒരു സൂചിയെ വായ്പക്ക് വാങ്ങിയതിന്റെ പേരിൽ ഇതുവരെ സ്വർഗത്ത് പോകാൻ കൂടിയിട്ടില്ല. ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ സൂചി അടക്കട്ടെ. എത്ര ലക്ഷങ്ങളാണ് മനുഷ്യന്മാരെ വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും തട്ടിയെടുത്തിട്ടും നോണ പറഞ്ഞിട്ടും ഇല്ലാ കഥകൾ ഉണ്ടാക്കിയിട്ടും മനുഷ്യന്മാരെ വഞ്ചിച്ച് കോടികളൊക്കെ കരസ്ഥമാക്കി മാന്യന്മാരായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സിനാൻ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ഒരു സൂചി വായ്പക്ക് വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ മറന്നതിന്റെ പേരിൽ സ്വർഗപ്രവേശനം സാധ്യമാകാതെ ബർസഖിയ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണെന്ന് പറയുമ്പോ ഈ രീതിയിലാണ് മുൻഗാമികൾ ചിന്തിച്ചത്. അവർക്ക് ടെൻഷൻ മരണാനന്തര ലോകത്തെ കുറിച്ച, അവർക്ക് ടെൻഷൻ മരണസമയത്തെ കുറിച്ച, അവർക്ക് ടെൻഷൻ ഖബറിനെ കുറിച്ച, അവർക്ക് ടെൻഷൻ മഹ്ശറയെ കുറിച്ച, അവർക്ക് ടെൻഷൻ മീസാനിനെ കുറിച്ച, അവർക്ക് ടെൻഷൻ സിറാത്ത് പാലത്തെ കുറിച്ച, അവർക്ക് ടെൻഷൻ നാളെ സുഹ്ഫ് ഏത് കയ്യിൽ വാങ്ങാൻ കഴിയുമെന്നതിനെ കുറിച്ച. അല്ലാഹു തആല നിലക്ക് ടെൻഷൻ അടിക്കാനും ആഖിറത്തിലേക്ക് വേണ്ടി ധാരാളം ഒരുങ്ങാനും സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേസമയം ദുനിയാവിന്റെ വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഖനാഅത്തിന്റെ മനസ്സുണ്ടെങ്കിൽ ഹാപ്പിയായി ജീവിക്കൂ. ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് പരമാവധി സമ്പാദിക്കൂ. ഇതിനർത്ഥം ദുനിയാവ് സ്വയക്തമാക്കണ്ട എന്നോ ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കേണ്ട എന്നൊന്നും അല്ല ഇതിനർത്ഥം. ഖനാഅത്ത് കൊണ്ട് ഒരിക്കലും അധ്വാനത്തിനെതിരല്ല ഖനാഅത്ത്. അള്ളാഹുവിനോട് സമ്പത്ത് ചോദിക്കുന്നതിനെതിരല്ല ഖനാഅത്ത്. പക്ഷെ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സിലാണ്. തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊരു ബോധം വേണം. അതോടൊപ്പം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാം, ആരോഗ്യം ചോദിക്കാം, സമ്പാദിക്കാം, ജോലിക്ക് പോകാം, ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യവും സ്നേഹവും ഖൽബിൽ കയറ്റാൻ പാടില്ല. അള്ളാഹു തആല തന്ന അൽഹംദുലില്ലാ, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളൊക്കെ നന്ദി ചെയ്യാൻ കഴിയണം. അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾ വീണ്ടും ചോദിക്കണം. പക്ഷേ ഇല്ലാത്തതിന്റെ പേരിൽ അള്ളാഹിനെ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവരെ ഇകഴ്ത്താനോ ഒരിക്കലും പോകാൻ പാടില്ല. ഒരിക്കലും ആ സമ്പത്തിനോടുള്ള ഭ്രമം ഹൃദയത്തിൽ കയറ്റാൻ പാടില്ല. അത് കയറ്റുമ്പോഴാണ് ഹൃദയത്തിൽ ദാരിദ്ര്യം വരുന്നത്. അപ്പോഴാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സില്ലാതിരിക്കുന്നത്. അപ്പോഴാണ് ഹൃദയത്തിന് സമാധാനം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ സമാധാനമാണ്, മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐശ്വര്യം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അല്ലാഹു തആല തന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തന്നതിന് മനസ്സറിഞ്ഞ് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. എന്നാൽ എന്താ ഉണ്ടാകുക? അല്ലാഹു തആല കൂടുതലായി തരും. തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയണം. മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം.
ഇടക്കിടക്ക് ശുക്രിന്റെ സുജൂദുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് ദിവസം തരുന്നത്. സ്വാലിഹീങ്ങളായ മക്കളുണ്ടായിട്ട് ശുക്രൻ സുജൂദ് ചെയ്യാത്തവരില്ലേ? SSLC പരീക്ഷയിൽ പാസ്സായി, അപ്പൊ ശുക്രൻ സുജൂദ് ചെയ്യണം. അപ്പൊ എന്തായാലും +2 പരീക്ഷയിൽ പാസ്സാകും. +2 പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കുണ്ട്, ഉടനെ സുജൂദ് ചെയ്യണം. അപ്പൊ അടുത്ത എക്സാമുകൾ നമുക്ക് എളുപ്പമായി കിട്ടും. അങ്ങനെ അല്ലാഹു തആല അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്ന പോലെ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തെ എത്ര അനുഗ്രഹങ്ങൾ തന്നു. ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ശുക്രന്റെ സുജൂദ് നമുക്ക് ചെയ്യാൻ കഴിയണം. എന്നാൽ കൂടുതലായി അല്ലാഹു തആല തരുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം അല്ലാഹു തആല പറയുന്നു, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ലഅസീദന്നകും. ഇതിന്റെ ലാം നൂനിട്ടിട്ട് അല്ലാഹു പറഞ്ഞത്, എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൂടുതലായി നൽകും. തന്നതിന് നിങ്ങൾക്ക് ശുക്രിന്റെ മനസ്സുണ്ടോ? തന്നതിന് നിങ്ങൾക്ക് നന്ദിയുടെ മനസ്സുണ്ടോ? നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുക തന്നെ ചെയ്യുമെന്ന് ഖുർആനിൽ അല്ലാഹു പറയാ. അതേ സമയം വലഇൻ കഫർതും, നിങ്ങൾ നന്ദി ചെയ്യുന്നതിനു പകരം നന്ദി കേട് കാണിക്കുന്നവരാണോ, ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ അതികഠിന കഠോരമാണ് കേട്ടോ. അപ്പൊ ശുക്രന് സുജൂദ് ചെയ്യാം. എങ്ങനെ ശുക്രന് സുജൂദ് ചെയ്യാം? വുദൂ വേണം. നിസ്കാരത്തിന്റെ ശർത്തുകളൊക്കെ അതിനും ബാധകമാണ്. വുദൂ വേണം, ഔറത്ത് മറക്കണം, ഖിബ്ലക്ക് മുന്നിടണം വേണം. എന്നിട്ട് ശുക്രന് സുജൂദ് ചെയ്യാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെച്ച് അല്ലാഹു അക്ബർ തക്ബീർ കെട്ടുന്നു, നേരെ സുജൂദിലേക്ക് പോകുന്നു. മനസ്സറിഞ്ഞു സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി ചൊല്ല, മനസ്സറിഞ്ഞു അൽഹംദുലില്ലാഹ് ചൊല്ല. അതിനു പുറമേ സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഉഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ കൂടി ചൊല്ല. അങ്ങനെ